കഴിഞ്ഞ തവണയാണ് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് ആദ്യമായിട്ട് കായ്ച്ചത്. അപ്പോൾ 2 എണ്ണമാണ് ആദ്യമായിട്ട് കായ്ച്ചത്. എന്നാൽ ഇത്തവണ ഏറെക്കുറെ ഉണ്ടാവുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതിന് വെള്ളവും വളമൊന്നും കൊടുക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ആയി കഴിഞ്ഞപ്പോൾ വളരെ കുറച്ച് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ കൂടുതലായിട്ട് പൂവൊക്കെ ഇട്ട് കണ്ടിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ 2 എണ്ണമാണ് കായ്ച്ചു നിൽക്കുന്നത്. 2 പൂക്കളുണ്ട്. മറ്റു പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. നല്ല ചുവപ്പ് കളറുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ്. പ്രാവശ്യം നിറയെ കായ്ക്കുമെന്നൊക്കെ പ്രതീക്ഷയാണ്. പക്ഷേ അതിന് വേണ്ട രീതിയിലുള്ള പരിചരണം ഒന്നും കിട്ടിയില്ല. വെള്ളം തന്നെ വളരെ ചുരുക്കമായിരുന്നു വേനൽക്കാലത്ത്. അപ്പോൾ ഇപ്രാവശ്യം 4 എണ്ണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഇതൊക്കെ പൂവിടാൻ സമയത്ത് കുറച്ചൊക്കെ നമ്മൾ പരിചരണമൊക്കെ വേണം. ഇതിൻ്റെ തണ്ടുകളുടെ അഗ്രഭാഗമൊക്കെ ഇങ്ങനെ മുറിച്ചിട്ട് കൊടുത്താലാണ് കൂടുതൽ പൂക്കളൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഈ വർഷക്കാലം പിറക്കുമ്പോഴാണ് ഇത് കൂടുതലും പൂക്കളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ മഴ പെയ്തു എന്ന് കണ്ടാൽ, അപ്പോൾ വർഷക്കാലം പിറന്ന് 2-3 മഴ പെയ്തു എന്ന് കണ്ടാൽ നമ്മൾ ഇതിൻ്റെയൊക്കെ ഈ തണ്ടുകളുടെയൊക്കെ അഗ്രഭാഗം ഇങ്ങനെ ചെത്തി കൊടുത്താൽ മതി. അപ്പോൾ നിറയെ പൂക്കളും മുട്ടുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വളങ്ങളും പ്രയോഗിക്കണം. അപ്പോൾ അതൊന്നും ഇപ്പോൾ നമുക്ക് ചെയ്ത് കാണിക്കാൻ പറ്റാത്തൊരു സമയമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മളത് ചെയ്ത് കാണിച്ചിരുന്നത് ഇതിൻ്റെ മുമ്പേ ആയിട്ട് വീഡിയോ. അപ്പോൾ നമ്മളത് ജസ്റ്റ് വീഡിയോ എടുത്തെന്ന് പറയുന്നതെന്ന് മാത്രം. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെയൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് പൂവിട്ട് കായ്ക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൈനാപ്പിളും നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന തണ്ട് വെറുതെ ഒന്ന് ഒരു ഗ്രോ ബാഗിൽ വെച്ച് കൊടുത്താൽ മതി. വെള്ളം മാത്രം കൊടുത്തിട്ടാണ് ഇപ്പോൾ അത് ഇത്രയായത്. അപ്പോൾ ഇതിനൊന്നും കൂടുതൽ പരിചരണം വേണ്ട. വെള്ളം വെയിലും തന്നെ ധാരാളം മതി എന്നതാണ് നമ്മളിതൊക്കെ നട്ടപ്പോൾ നമ്മൾ കണ്ടത്. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോയിൽ കാണിച്ചു എന്ന് മാത്രം. നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്ന അതേ വലുപ്പത്തിലുള്ള പൈനാപ്പിളാണ് ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അതപ്പോൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും.